ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട തെരഞ്ഞെടുപ്പ് 25 നടക്കാനിരിക്കെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലും ബീഹാറിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഡീഷയിലും, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജാർഖണ്ഡിലും, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഡൽഹിയിലും പ്രചാരണ പരിപാടികളിൽ സജീവമായി തന്നെ രംഗത്തുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ഏതാണ്ട് 2 മാസക്കാലം നീണ്ടുനിന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. 6ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം അതിൻ്റെ പരമതിയിലേക്കൊക്കെ എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഉമേഷ്, ഉത്തരേന്ത്യയിലെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യം, അതിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും വളരെയധികം വർദ്ധിക്കുന്നു. ഇനി 3 ദിവസം മാത്രമാണ് 6ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ളത്. 7 സംസ്ഥാനങ്ങൾ, ഒരു കേന്ദ്രഭരണ പ്രദേശം, ഇവിടങ്ങളിലെ 58 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു. അതേപോലെ തന്നെ ബീഹാർ, അതേപോലെ തന്നെ ജാർഖണ്ഡ് അടങ്ങിയ സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നു. ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് 58 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പരിശോധിച്ചാൽ ഉത്തർപ്രദേശ് തന്നെയാണ്. ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും BJPക്ക് ഒപ്പം നിൽക്കുന്നതാണ്. ഈ 58 മണ്ഡലങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 58 മണ്ഡലങ്ങളിലും ഭൂരിഭാഗവും നിലവിൽ NDAയുടെ ഭാഗമായി തന്നെ നിൽക്കുന്ന മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിനൊപ്പം ഉത്തർപ്രദേശിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും ഇതെല്ലാം BJPക്ക് ഒപ്പം നിൽക്കുന്നു. ഒപ്പം ഡൽഹിയിലേക്ക് പരിശോധിച്ചാൽ 7 മണ്ഡലങ്ങളിലും BJP ഇപ്പോൾ നിലവിൽ BJPയുടെ കൈവശമുള്ള മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. രാജ്യ തലസ്ഥാനം തന്നെയാണ് ഈ 58 മണ്ഡലങ്ങളിൽ ഈ 6ാം ഘട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതും ശ്രദ്ധേയമായ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ ഓരോ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ ന്യൂഡൽഹി മണ്ഡലം, അതേപോലെ തന്നെ മറ്റ് 7 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങി പ്രചരണ രംഗത്ത് സജീവമായതോടുകൂടി ഡൽഹിയിൽ ഇരു മുന്നണികളും പരസ്പരം വലിയ പോർവിളി ഉയർത്തിക്കൊണ്ട് വലിയ പ്രചാരണ മുഖത്തേക്ക് കടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഡൽഹിയിൽ കോൺഗ്രസും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. 4-3 എങ്ങനെയാണ് അവർ സീറ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ 4 സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൻ്റെ 3 സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. അങ്ങനെ 7 മണ്ഡലത്തിൽ ഇത് BJPയെ നേരിടുമ്പോൾ വലിയ ആത്മവിശ്വാസം പ്രതിപക്ഷത്തിനും അതേപോലെ തന്നെ ഒപ്പം തന്നെ BJPക്കുമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി നിൽക്കുന്നു. കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും എതിരായ വികാരം ഡൽഹിയിൽ നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ വലിയ ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഇത്ര വലിയ തീവ്ര പോരാട്ടം നടന്ന ഒരു ഘട്ടം മറ്റ് ഇല്ല എന്നുള്ളത് വേണം സൂചിപ്പിക്കുവാൻ. കാര്യം 6ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഡൽഹിയിൽ ഇപ്പോൾ നിലവിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ നേരിടുന്നൊരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് 100 കോടി രൂപയുടെ അഴിമതി, ഡൽഹി മദ്യനയ അഴിമതി ഉൾപ്പെടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, ഏറ്റവും ഒടുവിലായി ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന വനിതാ നേതാവും രാജ്യസഭാ അംഗവുമായ സ്വാതി മലിവാളിനെതിരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് നടത്തിയ അതിക്രമം, അത് നിലവിൽ ഡൽഹിയിലാകെ ചർച്ചയായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയെ BJP തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു നിന്ന് ആരോപിക്കുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെയും AAPയുടെയും നയങ്ങളെ കൃത്യമായി തന്നെ തുറന്നുകാട്ടി BJP ഇതിനെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി പ്രതിസന്ധിയിലായിരിക്കുന്ന ഓരോ വിഷയങ്ങളും, അത് മദ്യനയ അഴിമതിയാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി ഈ സ്വാതി മലിവാൾ വിഷയമാണെങ്കിലും ഇതെല്ലാം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് BJP രാജ്യ തലസ്ഥാനത്ത് പ്രചരണത്തിന് ചൂടേകുന്നത്. പ്രത്യേകിച്ച് ന്യൂഡൽഹി മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ ന്യൂഡൽഹി മണ്ഡലം LK അദ്വാനി അടക്കം 91 മത്സരിച്ചതാണ്. രാജേഷ് ഖന്നയ്ക്കെതിരെ LK അദ്വാനി വിജയിച്ച് കയറിയ മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് ഇവിടെ ബാൻസുരി സ്വരാജാണ്. വലിയ ശക്തമായ പോരാട്ടം, അജയ് മാക്കാൻ്റെ കയ്യിൽ നിന്നും മണ്ഡലം ശക്തമായ പോരാട്ടത്തിലൂടെയാണ് BJP പിടിച്ചടക്കിയത്. അതിനുശേഷം ഇപ്പോൾ 2 തവണ BJP കഴിഞ്ഞ തുടർച്ചയായ 2 തവണ BJPയുടെ സിറ്റിംഗ് MP നിലനിന്നിരുന്ന മണ്ഡലം, അവിടെ ഇപ്പോൾ വീണ്ടും ഒരു പരീക്ഷണാർത്ഥം ബാൻസുരി സ്വരാജിനെ വീണ്ടും മത്സരിപ്പിക്കുന്നു. അവിടെ AAPയുടെ സ്ഥാനാർത്ഥിയാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ ബാൻസുരി സ്വരാജിനെ നേരിടുന്നത്. അതേപോലെ തന്നെ ചാന്ദിനി ചൗക്കിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. കപിൽ സിബിൽ അടക്കം മത്സരിച്ച മണ്ഡലം, കപിൽ സിബിലിൽ നിന്ന് BJP പിടിച്ചടക്കിയ മണ്ഡലം.
മണ്ഡലമാണ് ചാന്ദിനി ചൗക്ക്. നിലവിലിപ്പോൾ BJPയുടെ കൈവശമുള്ള മണ്ഡലം. അവിടെയും ശക്തമായ പോരാട്ടം നടക്കുന്നു. ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് ഡൽഹിയും വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ്. നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ അവിടെ മനോജ് തിവാരി മത്സരിക്കുന്നത് കനയ്യകുമാറിനെതിരെയാണ്. ശക്തമായ മത്സരമാണ് അവിടെയും നടക്കുന്നത്. ഇങ്ങനെ രാജ്യ തലസ്ഥാനത്തെ 7 ഇടങ്ങളിലും വളരെ ശക്തമായ പോരാട്ടം നടക്കുമ്പോൾ ഹരിയാനയിലും വലിയ രീതിയിലുള്ള പോരാട്ട ചൂട് തന്നെയാണ് നിലനിൽക്കുന്നത്. പറഞ്ഞ പോലെ ഉത്തരേന്ത്യയിൽ ചൂട് വളരെ കൂടുതലാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് കൂടുതലാണ്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ 5ാം ഘട്ട വോട്ടെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു മന്ദഗതി പോളിംഗിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഈ പോളിംഗ് കുറയുന്നത് വലിയ ആശങ്കയ്ക്കിടയില്ല. കാരണം കേഡർ സ്വഭാവമുള്ള പാർട്ടി ആയതുകൊണ്ട് അവരുടെ പരമാവധി വോട്ടുകൾ പോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഒരു കുറവ്, അതിനെ എങ്ങനെ വിലയിരുത്തുന്നു മുന്നണികൾ? ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാത്രി 11 മണി വരെയുള്ള കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. 60.18% ഇപ്പോൾ പോൾ ചെയ്തതായിട്ട് കാണിക്കുന്നത്. അതായത് സ്വാഭാവികമായും വലിയ ഒരു കുറവ് അല്ലെങ്കിൽ വലിയൊരു ഇടിവ് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും സ്വാഭാവികമായും മറ്റ് ഘട്ടങ്ങളിലെ കഴിഞ്ഞ 4 ഘട്ടങ്ങളിലെ വെച്ച് പരിശോധിക്കുമ്പോൾ 5ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പോളിംഗ് കുറഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത് കോൺഗ്രസ് അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തെയാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ പ്രധാന മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. റായ്ബറേലി, അതേപോലെ തന്നെ അമേഠി, അയോധ്യ അടങ്ങുന്ന ഫൈസാബാദ് അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടങ്ങളിൽ വോട്ട് കുറഞ്ഞത് വലിയ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത് അത് കോൺഗ്രസിനെയും അതേപോലെ തന്നെ പ്രതിപക്ഷ സഖ്യത്തെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുഖം അല്ലെങ്കിൽ അവർ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോലും ഉയർത്തി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ ചില സൂചനകൾ പോലും നൽകിയ രാഹുൽ മത്സരിച്ച മണ്ഡലം, അതേപോലെ തന്നെ അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിച്ച മണ്ഡലം, ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വോട്ടിൽ ഉണ്ടായ കുറവ് അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളത് മുന്നണികളിൽ തന്നെ വലിയ ആശയ കുഴപ്പമായി തന്നെ നിലനിൽക്കുകയാണ്. BJP സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ NDA സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസമാണ്. നിലവിൽ ഈ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നടത്തിയ അവലോകനത്തിൽ ഒരു തരത്തിലും പിന്നോട്ട് ചിന്തിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് BJP നടത്തിയിട്ടുള്ളത്. അതേസമയം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അത്തരം ഔദ്യോഗികമായ വിലയിരുത്തലുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഈ വോട്ട് കുറഞ്ഞത് അല്ലെങ്കിൽ 5ാം ഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലടക്കം അതേപോലെ തന്നെ മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളിലടക്കം ഈ വോട്ടിംഗ് മൊത്തത്തിൽ കുറഞ്ഞത് അത് തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഈ ഒരു വോട്ട് കുറയാനുണ്ടായത് എന്നുള്ളതാണ്, അത് പഠനം വിധേയമാക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി അടക്കം വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയാണോ അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണോ അല്ലെങ്കിൽ മുന്നണികൾ സ്വീകരിച്ച ഏതെങ്കിലും തരത്തിലുള്ള നിലപാടാണോ ഈ വോട്ട് കുറയാൻ കാരണമെന്നുള്ളതാണ് അവർ പഠിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഇത് മുന്നണികൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്കോ തിരിച്ചടിയാകുമോ എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സൂചന നൽകാൻ കഴിയൂ എന്നുള്ളതാണ്. ഉമേഷ്, എന്തായാലും 2 മാസക്കാലം നീണ്ടുനിന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ട ലാപ്പിലേക്ക് കടന്നിരിക്കുന്നു. 6ാം ഘട്ട പോളിംഗിന് ഒരുങ്ങുകയാണ് രാജ്യം. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.